പരിപാടി മൊത്തം വരുന്നത്. കണ്ടോ, അടിപൊളി ഒരു മനോഹരമായ സ്ഥലമാണ്. നല്ല മലനിരകളൊക്കെ ആയിട്ട് മൊത്തം കോടമഞ്ഞൊക്കെ കാണാം കേട്ടോ, മലേൻ്റെ അടുത്തായിട്ട്. ഒരു അടിപൊളി സ്ഥലം തന്നെ. അപ്പോൾ നമ്മുടെ ഇറ്റാച്ചിത് നമ്മുടെ വണ്ടിക്കകത്തോട് ഓരോ സാധനം എന്ന് വെച്ചാൽ മണ്ണ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വള്ളിയൂർക്കാവ് അമ്പലത്തിൻ്റെ അടുത്തായി തട്ടേണ്ട സാധനമാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ലോഡുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. വയനാട് എന്ന് പറയുന്ന അടിപൊളി സ്ഥലം തന്നെയാണ് ഇത്. നമ്മുടെ അനീഷേട്ടൻ പതിവ് പോലെ തന്നെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഫ്രണ്ടിലുള്ള കാഴ്ച കണ്ടോ, നല്ല അടിപൊളി ഒരു മലനിരകളൊക്കെ കാണാം. കുരിശ് വരെയാണ് കേട്ടോ ഈ കാണുന്നത്. അതിന്റെ മുകളിൽ ഒരു കുരിശൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് ദൂരെ ഒന്നും കാണാൻ പറ്റുന്നില്ല. അതേപോലെ തന്നെ കോടകളൊക്കെ ഇങ്ങനെ മിന്നി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയുള്ള ചെറിയ അരുവിയൊക്കെ നോക്കി അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ നമ്മുടെ വയനാട്. നല്ല ക്ലൈമറ്റ് ആണ് ഇപ്പോൾ, നല്ല തണുപ്പൊക്കെ ഉണ്ട്. ഇന്ന് ഇത് കണ്ടോ, സൂര്യനെ കാണുന്നേ ഇല്ല, ചെറുതായിട്ട് മഴ പൊടിഞ്ഞു വരുന്നുണ്ട്. ഈ റോഡൊക്കെ നമ്മളെ കമ്പനി ഏറ്റെടുത്ത് ചെയ്തതാണ് കേട്ടോ. കുറച്ചു കാലമായി, ഏകദേശം ഒരു 5 കൊല്ലത്തോളമായി ഈ റോഡിന്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ട്. മൊത്തത്തിൽ ഇത് ഫ്രണ്ടിലായിട്ട് കാണുന്നത്, ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് നമ്മുടെ തേയിലൊക്കെ കൊണ്ടുവന്ന് ഇവിടുന്ന് ഹോൾസെയിലായിട്ട് കയറ്റി വിടുന്ന സ്ഥലമാണ്. അപ്പൊ നമ്മളിങ്ങനെ വെച്ചടിച്ച് പോകുന്നുണ്ട് കേട്ടോ. അതേ സൈഡിലൊക്കെ ഫുള്ള് കൃഷിയും കാര്യങ്ങളൊക്കെയാണ് കണ്ടോ, മൊത്തം വാഴക്കൃഷിയാണ് കേട്ടോ. നല്ല രീതിയിലുള്ള ക്ലൈമറ്റും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. അപ്പൊ ചെറുതായിട്ട് ഇതേ മഴ പൊടിയുന്നുണ്ട്. നമ്മുടെ ഗ്ലാസിന്റെ മുകളിൽ കണ്ടോ, വളരെ ചെറുതായിട്ട്. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മള് വള്ളിയൂർക്കാവ് അമ്പലത്തിന്റെ ഫ്രണ്ടിലായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടുന്ന് ഉള്ളിലോട്ട് പോകണം. അപ്പൊ നമ്മുടെ ഒരു വണ്ടി ഇപ്പൊ ലോഡ് തട്ടാൻ വേണ്ടി പോയിരിക്കുകയാണ്. അത് തട്ടി കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് കയറി പോകാൻ. സ്ഥലമൊക്കെ നോക്കി, വയനാട് നല്ല അടിപൊളി ലൊക്കേഷനാണേ കണ്ടോ. നല്ലൊരു പുൽമൈതാനത്ത് നിന്ന് പശുക്കളൊക്കെ ഇങ്ങനെ പുല്ല് നിന്ന കാഴ്ചയൊക്കെ കാണാം. അടിപൊളി രസമാണ് കേട്ടോ. കണ്ടോ, അതേപോലെ ആകാശം ദേ ഇങ്ങനെ മേഘാവൃത്തമായിട്ട് മൂടിക്കെട്ടിയാണ് ഉള്ളത്. മഴയൊന്നുമില്ല, നല്ല തണുപ്പാണ് കേട്ടോ ഇവിടെ. അതേപോലെ നമ്മുടെ അനീഷേട്ടൻ്റെ ഇവിടെ എന്തൊക്കെ കണക്ട് ചെയ്തതാണ്. നേരെ തൊട്ടപ്പുറത്ത് കാണുന്നത് ഈ ഒരു ബ്രിഡ്ജ്, ഇത് നമ്മുടെ കമ്പനി ഉണ്ടാക്കുന്ന പാലാണ് കേട്ടോ. ഒരു പുഴ മുറിച്ച് കടന്നിട്ടുള്ളൊരു പാലാണ്. അപ്പോൾ വർക്കിപ്പോൾ പുരോഗമിച്ചുകൊണ്ടേയിരിക്കുന്നുള്ളൂ, പണി കഴിഞ്ഞില്ല. അങ്ങനെ നമ്മളിത് ലോഡൊക്കെ തട്ടിയിട്ടുണ്ട് കണ്ടോ. നമ്മുടെ പാലത്തിൻ്റെ ഇക്കര വന്ന് നമ്മൾ ലോഡൊക്കെ തട്ടി. ഇവിടെയൊക്കെ മൊത്തം വയലാണ് കേട്ടോ. ഇത് ദൂരെയായിട്ട് ട്രാക്ടറൊക്കെ ഇങ്ങനെ ഉഴുതു മറിക്കുന്ന കാണാം ഉണ്ടോ. ക്ലിയർ കുറവാട്ടോ, കുറച്ച് ദൂരെയായിട്ടാണുള്ളത്. അപ്പോൾ നമ്മളെന്തായാലും ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടി പോവാണ്. അപ്പൊ നമ്മൾ ലോഡൊക്കെ തട്ടിയത് ഇറങ്ങിയിട്ടുണ്ട്. ഈ വയനാട് എന്ന് പറഞ്ഞ സ്ഥലം എന്ന് പറയുന്നത് പ്രത്യേകത കൂടുതലുള്ള സ്ഥലമാണ് കേട്ടോ. ഇവിടുത്തെ ക്ലൈമറ്റ് ആയാലും അതുപോലെ തന്നെ ഭൂപ്രകൃതി ആയാലും ഒരു അടിപൊളി സ്ഥലം തന്നെയാണ്. ദേ കണ്ടോ, ഞങ്ങൾ ചെറിയ റോഡിലൂടെ വലിയ വണ്ടിയുമായിട്ട് ഇങ്ങനെ പോവാണേ. നല്ല ശാന്തമായൊരു അന്തരീക്ഷമാണ് മൊത്തത്തിൽ. ദേ ഇവിടെയൊക്കെ റബ്ബർ തോട്ടങ്ങളാണ് കേട്ടോ ഈ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ മൊത്തം മെയിനായിട്ട് കൃഷിയാണ് കേട്ടോ. ഓരോരോ വീടുകളിലും സൈഡുകളിലൊക്കെ മൊത്തം കൃഷിയാണ്. അപ്പോൾ ഇതേ നോക്കിയേ, ഇവിടെയൊക്കെ മൊത്തം കണ്ടോ ഇഞ്ചി കൃഷിയാണ് ഈ കാണുന്നതൊക്കെ. വീടിൻ്റെ സൈഡിലൊക്കെ ഫുള്ളായിട്ട് ഇഞ്ചി കൃഷി ചെയ്ത് വരുന്നുണ്ട്. നല്ല അടിപൊളി ഒരു ലൊക്കേഷനാണ് കേട്ടോ. ഈ വീടൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അതേപോലെ താഴെ കണ്ടോ, ഇവിടെ കുരുമുളകിൻ്റെ കൃഷിയും അതുപോലെ തന്നെ കാപ്പി കൃഷിയാണ് ഈ കാണുന്നത്. ഇവിടെ ഒരു വീടിൻ്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. മൊത്തത്തിലൊരു ഇവിടെ ഒരു അംഗനവാടിയൊക്കെ ഉണ്ട്. ഒരു ശാന്തമായ അന്തരീക്ഷം അല്ലേ അനീഷേട്ടാ? വയനാട് എന്ന് പറയുന്ന സ്ഥലം തന്നെ
ശാന്തമായ കുളിർമയുള്ള നാടാണ്, കുളിർമയുള്ള തണുപ്പുള്ള നാട്. ഒരു ഉന്മേഷമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഇനി ഈ എങ്ങനെ ജീവിക്കാം ഇവിടെ, നമുക്ക് ഏറ്റവും വലിയ പ്രത്യേകത. അതായത് പിന്നെ ഇവിടെ കൃഷിയാണെങ്കിൽ കൃഷിയുണ്ട്, പിന്നെ AC വേണ്ട ഇവിടെ വന്നേ അല്ലേ, മെയിൻ ആയിട്ടുള്ള സംഭവം. സുഹൃത്തുക്കളെ, AC എന്ന് പറയുന്ന സാധനം ഇവിടെ ആവശ്യമില്ല. കാരണം രാത്രി ആയി കഴിഞ്ഞാൽ പിന്നെ ഒടുക്കത്തെ തണുപ്പായിരിക്കും. ഇവിടെയൊക്കെ നോക്കിയാൽ നല്ലതാണ്. ഇവിടെയൊക്കെ കൃഷിയാണ്, കണ്ടോ, ഫുള്ളായിട്ട് ഇവിടെ കൃഷിയാണ്. അത് മാത്രമല്ല റോഡിലൊന്നും ഒരാളും മനുഷ്യനും ഒന്നുമില്ല. ദേ ഇവിടെ നോക്കിയാൽ കണ്ടോ, ഇവിടെ വേറെ എന്തോ ഒരു കൃഷിയുണ്ട്. ചില സ്ഥലങ്ങളിൽ വലിയ വലിയ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ കണ്ടോ, നല്ല അടിപൊളി ഒരു വലിയൊരു വീടൊക്കെ കാണാം. നല്ല സെറ്റപ്പാണ്, കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട് കേട്ടോ. മതിലും അതുപോലെ തന്നെ വീടൊക്കെ കണ്ടോ. അപ്പൊ ഞങ്ങൾ എന്തായാലും ഈ ചെറിയ റോഡിലൂടെ ഇങ്ങനെ പോവാണ്. ഇതൊക്കെ ഇവിടെയുള്ള ചേച്ചിമാരാണ് കേട്ടോ. ഓരോരോ കൃഷിയും ഇടങ്ങളിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന ആളുകളാണ്. ഇതൊക്കെ കാപ്പി കൃഷിയാണ് കേട്ടോ ഇവിടെയൊക്കെ. പക്ഷെ ഇവിടുത്തെ റോഡെന്ന് പറയുന്നത് കണ്ടോ, മൊത്തം കുണ്ടും കുഴിയും ഒക്കെയാണ്. ഉൾഗ്രാമമാണ് കേട്ടോ ഇതല്ലേ. ഇവിടെയൊക്കെ കണ്ടോ നല്ല മനോഹരമായ പൂക്കളൊക്കെ ഉണ്ട്. അതേപോലെ കണ്ടോ, നോക്കത്താ ദൂരത്തോളം. ഇത് ശരിക്കും ഒരു വയനാട് എന്ന് പറഞ്ഞ സ്ഥലം ഒരു വയൽ നാടാണ് അല്ലേ ചേട്ടാ? മൊത്തം വയലുകൾ. നമ്മൾ പോകുന്ന വഴിയൊക്കെ നോക്കി, തൊട്ട ഈ സൈഡിലും വയലാണ്, അതുപോലെ തന്നെ ഈ സൈഡിലും വയലാണ്. അതേപോലെ മനോഹരമായ പൂക്കളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ നല്ലൊരു ഞാറ് നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, ഒരു സൈഡിൽ മാത്രം പറമ്പിൽ. നല്ല പച്ചപ്പ്, കാണാൻ നല്ല ഭംഗിയാണ്. അപ്പൊ ഞങ്ങൾ പോകുന്ന വഴികളൊക്കെ നോക്കി എന്ത് മനോഹരമാണ്. റോഡ് ചെറിയ കുണ്ടും കുഴിയൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷെങ്കിൽ ഇവിടെയൊക്കെ ഇതേ അടുത്ത പാടത്തേക്കുള്ള ഞാറുകൾ ഇവിടെ നട്ടു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇനി പറിച്ചെടുത്ത് മൊത്തം കൃഷിയിലേക്ക് ഓരോരോ പാടത്തിലേക്ക് ഇങ്ങനെ നട്ടുപോകും. അടിപൊളി ഒരു കാഴ്ചയാണേ. അത് മാത്രമല്ല നമ്മൾ വണ്ടി AC വണ്ടിയാണ്, പക്ഷേങ്കിൽ പുറത്താണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ തണുപ്പടിക്കുന്നത്. കാരണം ഇവിടുത്തെ ക്ലൈമറ്റ് അങ്ങനെയാണ്, അടിപൊളി ഒരു ക്ലൈമറ്റ് തന്നെയാണ്. എവിടെ നോക്കിയാലും പച്ചപ്പ് മാത്രം, അതാണ് ഇവിടുത്തെ പ്രത്യേകത. കണ്ടോ, റൈറ്റ് സൈഡിലൊക്കെ മൊത്തം വാഴക്കൃഷി, അതുപോലെ തന്നെ കവുങ്ങിൻ കൃഷി. കൃഷി കൊണ്ട് ഏറും കളിയാണ് ഇവിടെ. നല്ല രീതിയിലുള്ള വീടൊക്കെ വരുന്നുണ്ട് കേട്ടോ. അടിപൊളി ഒരു വീടൊക്കെ ഇവിടെ വരുന്നുണ്ട്. അപ്പൊ നമ്മള് ഒരു പാലം കയറാൻ വേണ്ടി പോവാണേ. അപ്പൊ ഈ പുഴ വരുന്നത് കർണാടകയിൽ നിന്ന് ഒഴുകി വരുന്ന പുഴയാണ്. അപ്പൊ ഇതിലൊക്കെ ചീങ്കണ്ണി ഉണ്ടെന്നാണ് ഇവിടുത്തെ നാട്ടുകാരൊക്കെ പറയുന്നത്. പക്ഷെ ഞാനിതുവരെ കണ്ടിട്ടില്ല. വേനൽക്കാലങ്ങളിൽ കരയിലൊക്കെ കയറി ഇങ്ങനെ കിടക്കുന്നത് കാണാം എന്ന് പറഞ്ഞു, പക്ഷെ ഞാൻ കണ്ടില്ല. എന്തായാലും ചീങ്കണ്ണി ഉള്ള പുഴ തന്നെയാണ് കേട്ടോ. നമ്മളിപ്പോൾ ഏതാണ്ട് കൊയിലേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നമുക്ക് നേരെ നിരവൽപ്പുഴ ഭാഗത്തോട്ട് പോകണം. മാനന്തവാടി ടൗണൊക്കെ കഴിഞ്ഞ് നേരെ നിരവൽപ്പുഴ ഭാഗത്തോട്ട് പോകണം. അവിടെ നിന്നാണ് നമുക്ക് അടുത്ത ലോഡ് എടുക്കേണ്ടത്. അങ്ങനെ നമ്മൾ മെയിൻ റോഡ് കയറിയിട്ടുണ്ട്. ഇതേ റോഡിന്റെ സൈഡിലൊക്കെ നല്ല പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ, വെള്ളപ്പൂക്കൾ. നല്ല ഭംഗിയാണ് മൊത്തത്തില്. ഈ സൈഡിലൊക്കെ ആണോ കണ്ടോ, മൊത്തം പൂക്കൾ തന്നെയാണ്. ചെടികളും ഒക്കെ പിടിപ്പിച്ച് നല്ല അടിപൊളി ഒരു റോഡാണ്. അതേപോലെ ഇവിടെയൊക്കെ മൊത്തം വയലാണ്. കണ്ടോ, ഇവിടെയൊക്കെ ഇഞ്ചി കൃഷിയാണ്, മൊത്തം ഇഞ്ചി കൃഷി. നല്ലൊരു അടിപൊളി റോഡിലൂടെയാണ് കേട്ടോ ഞങ്ങളിപ്പോ പോകുന്നത്. ഇപ്പൊ ഏതാണിത്, താന്നിക്കൽ എന്ന് പറഞ്ഞ സ്ഥലം എത്തിയിട്ടുണ്ട്. റൈറ്റ് സൈഡില് മൊത്തത്തിൽ വയലാണ്, നോക്കത്താ ദൂരത്തോളം വയലാണ്. പക്ഷെ ഇതേ ഇവിടെയൊക്കെ മരമൊക്കെ ഉള്ളതുകൊണ്ട് കാണാത്തതാണ്. നമുക്ക് എന്തായാലും മുന്നോട്ട് പോകുന്ന വഴിക്ക് ഇതൊക്കെ കാണാം കേട്ടോ. ഇതേ കണ്ടോ, ഒരുപാട് വർക്കേഴ്സ് അവിടെ തൊഴിലാളികൾ പണിയെടുക്കുന്നുണ്ട്. വീണ്ടും ഇഞ്ചിത്തോട്ടം.
അതുപോലെ അങ്ങനെ വണ്ടി സൈഡാക്കിയിട്ടുണ്ട്. ഒരു ചായ ഒക്കെ കുടിക്കണം. ഇതേ നമ്മുടെ അനീഷേട്ടൻ ദേ വരുന്നുണ്ട്. അപ്പം നല്ല അടിപൊളി കപ്പയും കറി എന്താ നല്ല മീൻചാറ് വന്നിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ അതേ മീൻ കണ്ടോ, നല്ല കിളിമീൻ വറുത്തതുണ്ട്. അപ്പം നല്ല അടിപൊളി ഫുഡായിരുന്നു, ഒന്നും പറയില്ല. നല്ല ഉടമ്പുളിയിട്ട് വെച്ച ചൂരക്കറിയും അതേപോലെ തന്നെ കിളിമീനും കപ്പയും. ദേ പ്ലേറ്റ് കണ്ടോ, രണ്ടാളെയും കാലിയായിട്ടുണ്ട്. ഇടിപൊട്ടി സാധനം കേട്ടോ. നമ്മുടെ വയനാട് ഇങ്ങനത്തെ ഓരോ സ്പെഷ്യലായിട്ടുള്ള ഐറ്റംസ് കിട്ടും. പനി ചേട്ടത്തെ ഫുഡൊക്കെ കഴിച്ച് അതിന്റെ ക്ഷീണത്തിലാണ്. അപ്പൊ ഞങ്ങള് ചായയൊക്കെ കുടിച്ച് ക്ഷീണത്തോടെ നടന്നു വരികയാണ്. മാറിയിട്ടില്ല. നല്ല ഫുഡായിരുന്നു, വയറ് നിറഞ്ഞു, മനസ്സും നിറഞ്ഞു. അപ്പൊ നമ്മുടെ വണ്ടി ഇതേ ഇവിടെ സൈഡാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ സൈറ്റിലോട്ട് പോകണം. ഇവിടെയൊക്കെ നല്ല നല്ല പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ, മനോഹരമായ പൂക്കളാണ്. അതേപോലെ ഇവിടെയൊക്കെ കണ്ടോ, റോഡിന്റെ സൈഡിലായിട്ട് ഇതേ ഈ കാണുന്നൊക്കെ പൂക്കളാണ്, ചെടികളാണ്. കണ്ടോ, ഫ്രണ്ടിലായിട്ട് ഒരു ചുവന്ന ചെടി കിടക്കുന്നു. അപ്പൊ നമ്മളെന്തായാലും വണ്ടിയിൽ കയറാൻ പോവാണ്. അപ്പൊ ഞങ്ങളിതാ വണ്ടി എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇതേ ഇവിടെയൊക്കെ നോക്കിയേ, അടിപൊളി ഒരു സ്ഥലമാണ്. ഇങ്ങനെ തട്ടായിട്ടുള്ള കൃഷിയാണ്. അതേപോലെ റോഡിന്റെ സൈഡൊക്കെ നോക്കി നല്ല നീറ്റാണ് കേട്ടോ. ചുവന്ന കുറെ ചെടികളും അതൊക്കെ വെച്ച് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. ഇതേ നമ്മുടെ പുഴ സൈഡിലൂടെ ഒഴുകുന്നുണ്ട്. ഇന്ന് തീരെ സൂര്യനും ഒന്നും കണ്ടില്ല, പക്ഷെ മഴയുമില്ല. മൊത്തം മൂടിക്കെട്ടിയ ഒരു കാലാവസ്ഥ തന്നെയാണ്. അപ്പൊ വയനാട് ഏതാണ്ട് ഇതേ ഏകദേശം സമയങ്ങളിലും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവാറ്. ഇപ്പൊ നമ്മളിത് വള്ളിയൂർക്കാവ് എത്തിയിട്ടുണ്ട്. വള്ളിയൂർക്കാവ് എന്ന് പറയുന്നത് നമ്മുടെ വയനാട്ടിലെ തന്നെ ഏറ്റവും വലിയൊരു ഉത്സവം തന്നെയാണ്. ഇത് ഇവിടെയൊക്കെ അടിപൊളി ഒരു സെറ്റപ്പൊക്കെ കാണാം. നമ്മുടെ പാലം കണ്ടോ, ദേ ഈ പാലത്തിന്റെ മറുകരയിലാണ് നമ്മൾ പോയത്. അവിടെ മണ്ണ് കെട്ടാൻ വേണ്ടി പോയതാണ്. ഇപ്പൊ ഏതാണ്ട് വർക്ക് കംപ്ലീറ്റ് ആവാറായിട്ടുള്ള പാലാണ് കേട്ടോ. ഇനി ഒരു സ്ലാബ് മാത്രമേ ഉള്ളൂ അതിന്റെ കോൺക്രീറ്റ് ചെയ്ത് സെറ്റാകാൻ. ഡിസംബറോടെ കൂടെ ആ പാലം ഓപ്പൺ ആവുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പം ഞങ്ങൾ നേരെ ഇനിയിപ്പോൾ മാനന്തവാടി പോകണം. അവിടെ നിന്ന് നേരെ നിരവിൽപ്പുഴ ആ ഭാഗത്തോട്ട് വെച്ച് പിടിക്കുകയാണ്. എങ്ങോട്ട് നോക്കിയാലും ഇവിടെ വയലാണ്. അതുകൊണ്ട് തന്നെ കണ്ണിന് നല്ല കുളിർമയുള്ള കാഴ്ചയാണിത്. ഇവിടെയൊക്കെ കണ്ടോ, പച്ചപ്പ് എന്ന് പറഞ്ഞാൽ മൊത്തം പച്ചപ്പ്. ആഹാ, നമ്മളിന്ന് രാവിലെ മുതൽ ഓടടാ ഓട്ടം തന്നെയാണ്. ഇതേ വയനാടിന്റെ മണ്ണിലൂടെ ആളിങ്ങനെ ചീറിപ്പാഞ്ഞു പോകുന്നുണ്ട്. എങ്ങോട്ട് നോക്കിയാലും വെള്ളവും വയലും മാത്രമേ ഉള്ളൂ. ട്രാക്ടറൊക്കെ പോകുന്നുണ്ടോ, മൊത്തം കൃഷിക്കുള്ള പരിപാടിയാണ്. ഇപ്പൊ ശരിക്കും ലാനി ചേട്ടാ കൃഷി തുടങ്ങുന്നൊരു സമയം തോന്നുന്നു ഇപ്പം മൊത്തത്തില്ല. കാരണം എല്ലാ നെൽപ്പാടങ്ങളും ഉഴുതു മറിക്കുന്ന ഒരു കാഴ്ചയാണ് പോകുന്ന വഴിക്കൊക്കെ കണ്ടത്. ഇവിടെയൊക്കെ ഇഷ്ടം പോലെ വാഴ കൃഷികളാണ്. എന്താണ്ടോ, ഇഷ്ടം പോലെ. നമ്മുടെ നാടുകളിലൊക്കെ ഇവിടെ നിന്നാണ് മറ്റേ ഇത് വരുന്നത്, നേന്ത്രപ്പഴവും അല്ലേ, അങ്ങനെ ഓരോരോ നമ്മുടെ വാഴപ്പഴമൊക്കെ ഇവിടെ നിന്നാണ് വരുന്നത്. ഇതൊക്കെ കൃഷി കഴിഞ്ഞ സ്ഥലമാണ്. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മുടെ വയനാട്ടിലിത് നല്ല മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നല്ല മുത്തുമണി പോലെ കേട്ടോ, വെള്ളത്തുള്ളികൾ നിൽക്കുന്ന ഗ്ലാസിന്റെ മുകളിൽ. അങ്ങനെ നമ്മളിത് വീണ്ടും സൈറ്റിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ വണ്ടിക്കകത്തോട് സാധനങ്ങൾ ലോഡാക്കുകയാണ്. കണ്ടോ, ഇപ്പൊ മഴയൊക്കെ പോയി. ഇവിടെയൊക്കെ മഴ ഇപ്പൊ പെയ്ത് ചോർന്നതേ ഉള്ളൂ. താഴെയൊക്കെ മൊത്തം വാഴക്കൃഷിയൊക്കെ കഴിഞ്ഞ നിലയിലുള്ള സ്ഥലമാണ് കേട്ടോ. ഒരു പുഴയൊക്കെ ഒഴുകുന്നുണ്ട്. അപ്പൊ നമ്മളിതാ പാലത്തിന്റെ സൈഡിലെത്തിയിട്ടുണ്ട്. ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അടിപൊളി ഒരു സ്ഥലമാണ്. ദേ
നമ്മുടെ അനീഷേട്ടൻ 100-110 ഇതാ പായിച്ച് പോകുന്നുണ്ട്. നിലവിലത്തെ പഴയ പാലത്തിലൂടെയാണ് കേട്ടോ നമ്മൾ നടക്കുന്നത്. പുതിയ പാലതാ അവിടെ വന്നുകൊണ്ട് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടോ, ഈ പുഴയിൽ ചീങ്കണ്ണിയുണ്ട് കേട്ടോ. അപ്പോൾ വല്ലപ്പോഴൊക്കെ കാണാമെന്ന് പറഞ്ഞു, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നമ്മളെന്തായാലും ഇതേ പുഴ കടക്കാറായിട്ടുണ്ട്. കണ്ടോ, നല്ലൊരു വൈബ് പാലം, പഴയ പാലം. കഷ്ടിച്ചൊരു കാറിന് പോവാം കേട്ടോ. ഒരു കാറിന് കഷ്ടിച്ച് പോവാം. ഒരു ഓട്ടോക്കെ സുഖമായിട്ട് പോവും. ഇതേ പുതിയ പാലത്തിൻ്റെ പണി ഇതെവിടെ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അനീഷേട്ടനതാ വിശന്ന് വലഞ്ഞ് പറന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വയനാട്ടിൽ വന്നിട്ട് ഇതാണ് അവസ്ഥ. നമ്മളിങ്ങനെ സൈറ്റ് ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ഓരോരോ സൈറ്റുകളിൽ ഇങ്ങനെ മാറി മാറി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതേ മെസ്സിൽ പോകണം, ഫുഡ് കഴിക്കണം, അതാണ് പരിപാടി കേട്ടോ. അപ്പോൾ സുഹൃത്തുക്കളതേ ഇവിടെ ലോറികൾ വളരെ കുറവാണ്. ഇതുപോലത്തെ ട്രാക്ടറിലാണ് ഓരോ സാധനങ്ങൾ കൊണ്ടുവന്നത്. ഇഷ്ടം പോലെ നല്ല ടൺ കണക്കിന് ലോഡ് വലിച്ചോടും മൂപ്പർ. ഏത് വയലിലും ചളിയിലും ഒക്കെ കാര്യം വിട്ടുകൊള്ളും. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മുടെ ഇന്നത്തെ പരിപാടികളൊക്കെ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഗ്ലാസ് ഒക്കെ തുറന്നിട്ടാണ് പോകുന്നത്. നല്ല തണുപ്പാണ് കേട്ടോ പുറത്ത്. ഇരുടും തോറും വയനാട്ടില് തണുപ്പ് കൂടിക്കൂടി വരുന്നുണ്ട്. ഞങ്ങളിതാ കണ്ടോ നേരെ റൂമിലോട്ടേക്ക് വെച്ച് പിടിക്കുകയാണ്. റൂം എവിടെയാണ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. എന്തായാലും നല്ലൊരു അടിപൊളി ക്ലൈമറ്റ് തന്നെയാണ് കേട്ടോ നമ്മുടെ വയനാട്ടിൽ.